ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനീസ് വ്ളോഗ്. നല്ല പരിപ്പ് പായസം ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? ആദ്യം പായസപ്പരിപ്പ് വറുത്തെടുക്കണം. ഞാനിവിടെ 1/4 കിലോ പായസപ്പരിപ്പിന് 1/2 കിലോ ശർക്കര പ്ലസ് 1 തേങ്ങ അങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ശർക്കര ഇവിടെ പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുത്ത പരിപ്പ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് നമുക്ക് പരിപ്പ് വേവിക്കാൻ വെക്കണം. പരിപ്പ് വേവിക്കാൻ വെക്കുന്നത് ഞാനിവിടെ തേങ്ങ തിരുകിയിട്ട് അതിൽ 1-ാം പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 2-ാം പാൽ വേറെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. 3-ാം പാലിലാണ് പരിപ്പ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. പരിപ്പ് ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ശർക്കര പാനി ഒന്ന് അരിച്ചെടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് കുറുകി വരുന്ന രീതിയിൽ ആക്കണം കേട്ടോ. ഫ്ലെയിം ഓണാക്കി നന്നായിട്ട് കുറുകി വരുമ്പോഴേക്കും നമ്മൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെയും ഇളക്കി ഇച്ചിരി കൂടി കുറുകി വരുമ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മുടെ പായസം ആയിട്ടുണ്ട്. ഇപ്പം ചുക്കും നല്ല ജീരകവും ഏലക്കായും കൂടി പൊടിച്ചതിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ പായസം ഒക്കെ ആയി. ഇനി നമുക്ക് താളിക്കണം. അപ്പോൾ നെയ്യിലേക്ക് തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കശുവണ്ടിയും കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും അതിലേക്കിടാം. ലാസ്റ്റ് എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. എള്ളു കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പരിപ്പ് പായസം റെഡിയായി. പരിപ്പ് പായസം ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? നല്ല ടേസ്റ്റ് അല്ലേ പരിപ്പ് പായസം? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഓക്കെ, താങ്ക് യു.